അടുത്തായിട്ട് നമുക്ക് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റിലേഷൻ. നമ്മൾ ആദ്യം സെറ്റ് എന്താന്ന് പഠിച്ചു, പിന്നെ ഫംഗ്ഷൻ എന്താന്ന് പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് റിലേഷൻ. റിലേഷനിൽ മെയിൻ ആയിട്ട് 3 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. പ്രൊഡക്റ്റ് സെറ്റ് എന്താന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. 2 സെറ്റുകൾ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്താണ് പ്രൊഡക്റ്റ് സെറ്റ് ഉണ്ടാവുന്നത്. A × B എന്ന് പറഞ്ഞ ഏതോ 2 സെറ്റുകൾ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ 1,1ഉം അതേപോലെ തന്നെ 1,2ഉം 2,3 എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. ഓക്കെ, ഇങ്ങനെ 3 പ്രൊഡക്റ്റ് സെറ്റ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുള്ളത് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ, A എന്ന് പറഞ്ഞിട്ടുള്ളത് എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇതിനെ ഞാൻ കോമൺ ആയിട്ടൊരു Z എന്ന് വിളിക്കുകയാണ്. ഈ Z എന്ന് പറഞ്ഞിട്ടുള്ളതിൽ A ഒരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ A, ഉണ്ടെങ്കിൽ അതിനെ റിഫ്ലെക്സീവ് എന്ന് വിളിക്കും. റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? ഇപ്പൊ ഇവിടെ 2 എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് ഉണ്ട് അല്ലെ, പക്ഷെ എന്ന് വെച്ചാൽ 2,2 ഉണ്ടോ ഇതിൽ? ഇല്ലല്ലോ. അപ്പൊ ഈ Z എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക? റിഫ്ലെക്സീവ് ആണെന്ന്. 1,1ഉം 1,2ഉം 2,2 ഉണ്ട്. ഇവിടെ 1 എന്ന് പറഞ്ഞത് ഒരു എലമെന്റ് ആണ്, 1,1 ഉണ്ട്. 2 എന്ന് പറഞ്ഞത് ഒരു എലമെന്റ് ആണ്, 2,2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് A, എലമെന്റ് ആണോ? രണ്ടും ഉണ്ടല്ലോ, വന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി സിമെട്രിക് ആണോ നമ്മൾ എങ്ങനെയാ നോക്കാം? A, B എന്ന് പറഞ്ഞിട്ട് ഒരു എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ B, Aയും എലമെന്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അതിനെ സിമെട്രിക് എന്ന് വിളിക്കും. ഇതിലിപ്പോ 1,2 ഉണ്ട്. 1,2 ഉണ്ടെങ്കിൽ എന്തും കൂടി വേണം? 2,1ഉം കൂടി വേണം. ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? സിമെട്രിക്. ഇല്ലെങ്കിൽ എന്ത് വിളിക്കാം? സിമെട്രിക് അല്ല എന്നും പറയും. ഉണ്ടെങ്കിൽ എന്താ പറയുക? സിമെട്രിക് ആണ്. ഓക്കെ, ഇനി A, B എലമെന്റ് ഓഫ് സെറ്റും B, C എലമെന്റ് ഓഫ് സെറ്റും ആണെന്ന് വിചാരിക്കാം. ഇതിലിപ്പോ സപ്പോസ് 1,2ഉം 2,3ഉം ഉണ്ടെങ്കിൽ, ഇപ്പൊ ഇതിൽ കോമൺ ആയിട്ട് 2 ഉണ്ട്. കോമൺ ആയിട്ട് രണ്ടെണ്ണത്തിലും ഒരേ നമ്പർ വരാണെന്നുണ്ട്. കോമൺ അല്ലാത്ത രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, എലമെന്റ്സ് ഉണ്ടല്ലോ, 2 എലമെന്റ്സും കൂടി വരുന്നുണ്ട്. ഇങ്ങനൊരു റിലേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസിറ്റീവ് എന്നാണ് വിളിക്കുക. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ല? ട്രാൻസിറ്റീവ് എന്ന് വിളിക്കും. ഇനി 4ാമത്തെ ഒരു കൺസെപ്റ്റ് ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത് ഇത് 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സെറ്റ് ഇത് 3ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കും. അതിനെന്താ വിളിക്കുക? ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കും. ഓക്കെ അല്ലെ? ഈക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കും. ഇവിടെ നോക്കുന്ന സമയത്ത് റിഫ്ലെക്സീവ് ആണെങ്കിൽ അതിനെന്താ വിളിക്കുക? ഇപ്പൊ A എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ A, ഉണ്ടെങ്കിൽ അതിനെ റിഫ്ലെക്സീവ് എന്ന് വിളിക്കും. ഇനി A, B എലമെന്റ് ഓഫ് ആറും B, ഉണ്ടെങ്കിൽ അതിന് B, Aയും ഉണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക? സിമെട്രിക് എന്ന് വിളിക്കും. A, Bയും B, Cയും ഉണ്ടെങ്കിൽ അവിടെ A, Cയും ഇവിടെ കോമൺ ആയിട്ട് B ആ വരുന്നത്. അപ്പൊ Aയും Cയും കൂടി ഉണ്ടെങ്കിൽ അതിനെന്താ വിളിക്കുക? ട്രാൻസിറ്റീവ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് പ്രോഡക്റ്റ് സെറ്റിനാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുക. ഇനി ഇത് 3ഉം സാറ്റിസ്ഫൈ, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇക്വലൻസ് എന്ന് വിളിക്കാം. സിമ്പിൾ ആയിട്ട് ഒന്നെങ്കിൽ ഇക്വലൻസ് വിളിക്കാം, അല്ലെങ്കിൽ ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇതാണ് ലാസ്റ്റ് കൺസെപ്റ്റ് വരുന്നത്. ഇനി നമുക്ക് നേരെ എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യന് ഈ സ്മോളർ ദാൻ ഓവർ ദ സെറ്റ് ഓഫ് എക്സ് ഇൻ എ ബോക്സ്. ഈ സ്മോളർ ദാൻ ഓവർ ദ സെറ്റ് ഓഫ് എക്സ് ഇൻ എ ബോക്സ്. ഈ തന്നിട്ടുള്ള ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ ഈ സ്മോളർ ദാൻ എന്നുള്ളതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. എക്സ് ഇൻ എ ബോക്സ്, ഓവർ എ സെറ്റ് ഓഫ് എക്സ് ഇൻ എ ബോക്സ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞിട്ട് എന്തുണ്ട്? ബോക്സ് ഇൻ എക്സ് ഇൻ എ ബോക്സ് എന്നാണ് പറഞ്ഞത്. എക്സ് ഈസ് സ്മോളർ ദാൻ, അല്ലെങ്കിൽ എക്സ് ഈസ് സ്മോളർ ദാൻ ബോക്സ് അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? എക്സ് എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ എടുക്കുക, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ എടുക്കുകയാണ്. ഞാൻ കാർട്ടീഷ്യൻ റിലേഷൻ ഉണ്ടാക്കണല്ലോ, A, B, അപ്പൊ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എ ഈസ് സ്മോളർ ദാൻ എ എന്നൊക്കെ പറയാൻ പറ്റുമോ? സ്മോളർ ദാൻ എ അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ? എ ഈസ് സ്മോളർ ദാൻ എ, അല്ലാതെ ഈക്വൽ അല്ല. അപ്പൊ സ്മോളർ ദാൻ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് A, A എന്നുള്ളൊരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എനിക്ക് കിട്ടൂല. അപ്പൊ അതെന്തല്ല? റിഫ്ലെക്സീവ് അല്ല എന്നുള്ള കാര്യം. ഓക്കെ, റിഫ്ലെക്സീവ് അല്ലെങ്കിൽ എന്തായാലും ഈക്വലന്റോ അല്ലല്ലോ, ഈക്വലൻസോ ആവില്ലല്ലോ. അപ്പൊ അത് രണ്ടും അല്ല എന്നുള്ള കാര്യം കൺഫേം ആയി. ഇനി അടുത്തത് A ഈസ്
സ്മോളർ ദൻ, ഈ ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാട്ടോ പറയുന്നത്, ഒരു സിമ്പിൾ മെത്തേഡാട്ടോ പറയുന്നത്. നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് അപ്പുറത്ത് ഇപ്പുറത്ത് വാല്യൂ കൊടുത്തു. ഓക്കെ, എ ഈസ് സ്മോളർ ദാൻ ബി ആണെന്ന് വിചാരിക്കാം. ബി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബി ഈസ് സ്മോളർ ദാൻ എ ആവോ? ആവില്ലല്ലോ. എനെക്കാട്ടി ചെറുതാണ് ബി, അപ്പൊ ബിനെക്കാട്ടി ചെറുതാവോ എ? ആവില്ലല്ലോ. അപ്പൊ അതെന്തുമല്ല, സിമ്മട്രിക്കും അല്ല. അതെന്തുമല്ല, സിമ്മട്രിക്കും അല്ല. അപ്പൊ എന്തായാലും അത് ട്രാൻസിറ്റീവ് ആയിരിക്കും. എന്നാലും നമുക്ക് ഒന്നും കൂടി കൺഫേം ചെയ്യാം. എ ഈസ് സ്മോളർ ദാൻ സി. ബി, ബിനെക്കാളും ചെറുതാണ് എ. ഓക്കെ, ബിനെക്കാളും ചെറുതാണ് എ എന്ന് പറയുന്നത്. ബി ഈസ് സ്മോളർ ദാൻ സി. സിനെക്കാളും ചെറുതാണ് ബി, ബിനെക്കാട്ടി ചെറുതാണ് എ, സിനെക്കാട്ടി ചെറുതാണ് ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിനെക്കാട്ടി ചെറുതാണ് ബി, ബിനെക്കാട്ടി ചെറുതാണ് എ. അങ്ങനെയാണെങ്കിൽ എ ഈസ് സ്മോളർ ദാൻ സി എന്ന് പറഞ്ഞൂടെ? എ ഈസ് സ്മോളർ ദാൻ, സിനെക്കാട്ടി ചെറുതാണ് ബി, ബിനെക്കാട്ടി ചെറുതാണ് എ. അപ്പൊ എന്തായാലും സിനെക്കാട്ടി ചെറുത് തന്നെ ആയിരിക്കല്ലോ എ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ആവുന്നില്ലല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഒരു മനുഷ്യനുണ്ട്, അയാളെക്കാട്ടി ചെറുതാണ് വേറൊരു മനുഷ്യന്. വേറൊരു മനുഷ്യനുണ്ട്, അയാളെക്കാട്ടി ചെറുതാണ് ഈ മനുഷ്യന്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഈ മനുഷ്യനെക്കാട്ടി ചെറുതായിരിക്കില്ല ഈ മനുഷ്യന്. ഓക്കെ അല്ലേ? ഓക്കെ, കണക്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്ത് നോക്കട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കണക്ട് ആവുന്നില്ല മൂന്നെണ്ണം. അങ്ങനെ കണക്ട് ആവുന്നത് കൊണ്ട് തന്നെ ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്ത് ഈസ് ഈക്വൽ ടു ഓവർ ദ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ്. ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? എക്സ് കോമ എക്സ് വരും അല്ലെ? എക്സ് കോമ എക്സ് എന്നുള്ളത് വരും. ഈക്വൽ ടു വന്നതുകൊണ്ട് തന്നെ എക്സ് കോമ എക്സ് വരും. ദാറ്റ് മീൻസ് അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവിന് ആർ, സിമെട്രിക്കിന് എസ്, ട്രാൻസിറ്റീവിന് ടി, ഈക്വലൻസിന് എന്ന് പറഞ്ഞിട്ടോ ഡിനോട്ട് ചെയ്യാം. ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി അതേപോലെ തന്നെ പറയാനുള്ള വേറൊരു കൺസെപ്റ്റ് ആണ് എ കോമ എ എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. അതിന് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? റിഫ്ലെക്സീവ് ആണ്, അതിന് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇനി അതേപോലെ തന്നെ ഇതിൽ എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ എ കോമ എ ഉണ്ടെങ്കിൽ എ കോമ എ, ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സിമെട്രിക് ആണെന്നുള്ള അസിംഷൻ ആണ് കേട്ടോ. ഇതെന്താണ്? സിമെട്രിക്കും ആണ്. അതേപോലെ തന്നെ ഇത് എന്തുമാണ്? ട്രാൻസിറ്റീവ് ആണ്. വേറെ എലമെന്റ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എ കോമ എയും എ കോമ ബിയും ഉണ്ടെങ്കിൽ അതെന്തല്ല, അവിടെ ഇത് വന്ന് കോൺഫ്ലിക്റ്റ് വന്നു. പക്ഷെ ഇതില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ റിഫ്ലെക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണ്. ഓക്കെ അല്ലെ? എന്താണ്? ട്രാൻസിറ്റീവും ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ എക്സ് കോമ എക്സ് എന്ന് വന്നു. ഓക്കെ അല്ലെ? ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെക്ക് ചെയ്യാം? എക്സ് ഈസ് ഈക്വൽ ടു വൈ ആണെന്നുണ്ടെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എക്സും ആവൂലെ? എക്സ് കോമ വൈ ഉണ്ടെങ്കിൽ വൈ കോമ എക്സും വരൂല്ലേ? എക്സ് കോമ വൈ ഉണ്ടെങ്കിൽ വൈ കോമ എക്സും വരുമല്ലോ. അപ്പൊ അതെന്തുമാണ്? സിമെട്രിക്കും ആണ്. റിലേറ്റീവും സിമെട്രിക്കും ആണെങ്കിൽ എന്തായാലും ഈക്വലന്റും ആയിരിക്കും വരാം. എന്തായാലും നമുക്ക് ട്രാൻസിറ്റീവ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. എക്സ് ഈസിക്കൽ ടു വൈയും വൈ ഈസിക്കൽ ടു സെഡും ആണെന്നുണ്ടെങ്കിൽ എക്സ് ഈസിക്കൽ ടു സെഡും ആയിരിക്കൂലെ അല്ലെ? അപ്പൊ അത് ട്രാൻസിറ്റീവ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും വരാം? ഈക്വലൻസ്. ഓക്കെ അല്ലെ? ട്രാൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും ആൻസർ? എന്തായിരിക്കും വരാം? ഈക്വലൻസ് ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഹാസ് ദ സെയിം ഫാദർ ആസ് ഡാഷ് ഓവർ ദ സെറ്റ് ഓഫ് ചിൽഡ്രൻ. ഹാസ് ദ സെയിം ഫാദർ ആസ് ഓവർ ദ സെറ്റ് ഓഫ് ചിൽഡ്രൻ. എക്സ് ഹാസ് ദ സെയിം ഫാദർ ഹാസ് എക്സ്. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും ഡിഫറൻസ് എന്തെങ്കിലും തെറ്റുണ്ടോ? റോങ് ആയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ എക്സിന് പകരമാണെങ്കിൽ അമൽ എന്ന് എടുക്കാം. അമൽ ഹാസ് ദ സെയിം ഫാദർ ആസ് അമൽ. അമലിന്റെ ഫാദർ എന്നാണ് അമലിന്റെ ഫാദർ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. മിസ്റ്റേക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതെന്താണ്? റിഫ്ലക്സ്. എക്സ് അമ്പൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പൽ കോമ അമ്പൽ എന്ന് എഴുതാം, എക്സ് കോമ എക്സ് എന്ന് എഴുതാം. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെന്താണ്? റിഫ്ലെക്സീവ് ആണ്. ഇനി എക്സ് ഹാസ് ദ സെയിം ഫാദർ ആസ് വൈ.
എക്സിന്റെ ഫാദർ എന്നാണ് വൈന്റെ ഫാദർ. അങ്ങനെയാണെങ്കിൽ വൈന്റെ ഫാദർ എന്നായിരിക്കും അല്ലെ, സെയിം ആസ് ഫാദർ ഓഫ് എക്സ്. എക്സിന്റെ ഫാദർ ആണ് വൈന്റെ, അങ്ങനെയാണെങ്കിൽ വൈന്റെ ഫാദർ എന്നായിരിക്കും എക്സിന്റെതും. ആ സ്റ്റേറ്റ്മെന്റിൽ റോങ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ അത് സിമ്മട്രിക്കും ആണ്. ഇനി അടുത്ത ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എക്സിന്റെ ഫാദർ ആണ് വൈ, അല്ല എക്സിന്റെയും വൈന്റെയും ഫാദർ സെയിം ആണ്. ഹാസ് ദ സെയിം ഫാദർ ആസ് എന്നാ പറയുന്നത്. എക്സിന്റെയും വൈന്റെയും ഫാദർ സെയിം ആണ്. വൈന്റെയും സെഡിന്റെയും ഫാദർ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെയും സെഡിന്റെയും സെയിം തന്നെ ആയിരിക്കുമല്ലോ, അതിൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലല്ലോ, സെയിം തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ ഡി ഈക്വലൻസ് ആണ് വരാം. 3 സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് ഓപ്ഷൻ ഡി ഈക്വലൻസ് ആണ് വരാം. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് is perpendicular to over the set of straight line in a given plane is perpendicular എന്നാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ് എന്ന് പറയാൻ പറ്റുമോ? ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്, അത് എക്സ് എന്ന് പറഞ്ഞ ലൈന് പെർപെൻഡിക്കുലർ ആവോ? ഇല്ലല്ലോ, അതൊരിക്കലും പെർപെൻഡിക്കുലർ അല്ല, വേണം പാരലൽ ആവും. എക്സ് എന്ന് പറഞ്ഞ ലൈന് പാരലൽ ആവാന്നല്ലാണ്ട് പെർപെൻഡിക്കുലർ ആവുന്ന നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാണ് മീനിങ് ചെയ്യുന്നത്. അപ്പൊ അതൊരിക്കലും പെർപെൻഡിക്കുലർ ആവില്ലല്ലോ. അപ്പൊ എക്സ് കോമ എക്സ് എന്ന് എനിക്ക് കിട്ടൂലല്ലോ. അപ്പൊ അതെന്തല്ല, റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, ഇനി എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു വൈ ആണെന്നുണ്ടെങ്കിൽ വൈ ഈസ് പെർപെൻഡിക്കുലർ ടു എക്സ്. കറക്റ്റ് അല്ലേ? എക്സ് എന്ന് പറഞ്ഞ ലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വൈക്ക് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ വൈ എന്ന് പറഞ്ഞ ലൈനിന് എക്സും പെർപെൻഡിക്കുലർ ആയിരിക്കൂലേ. അപ്പൊ അത് സിമ്മട്രിക് ആണ്. ഓക്കെ, അത് സിമ്മട്രിക് ആണ്. ഇനി അടുത്തത് ട്രാൻസിറ്റീവും കൂടി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ് എന്ന് പറഞ്ഞ ലൈന് വൈ എന്ന് പറഞ്ഞ ലൈനിന് ട്രാൻസിറ്റീവ് ആണ്, വൈ എന്ന് പറഞ്ഞ ലൈനിന് സെഡ് എന്ന് പറഞ്ഞ ലൈൻ ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ എക്സും സെഡ്, എക്സ് കോമ വൈ എന്ന് എഴുതാൻ പറ്റും. എക്സും വൈയും ട്രാൻസിറ്റീവ് ആണ്, വൈയും സെഡും ട്രാൻസിറ്റീവ് ആണ് അല്ലെ. എക്സ് കോമ സെഡ് എന്ന് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ? ഇല്ല, രണ്ടും പാരലൽ ആണ്, പെർപെൻഡിക്കുലർ ആയിട്ട് ഒരിക്കലും വരില്ല അല്ലെ, വരില്ലല്ലോ. അപ്പൊ അത് ട്രാൻസിറ്റീവ് അല്ല, അതെന്താണ്, സിമ്മട്രിക് ആണ്. ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 4ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടിയില്ലേ? ആ സ്റ്റേറ്റ്മെന്റ് രണ്ട് സൈഡിലും എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എക്സോ വൈയോ എയോ ഏതെങ്കിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. Is the reciprocal of over the set of non-zero real numbers. അപ്പൊ ഞാൻ സപ്പോസ് 2 എടുക്കാണ്. 2 ഈസ് റെസിപ്രോക്കൽ ഓഫ് 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാവും? ഇല്ല, 2 ഈസ് റെസിപ്രോക്കൽ ഓഫ് 1/2 ആണ് വരാം അല്ലെ. അപ്പൊ 2,2 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പൊ അതെന്തല്ല, റിഫ്ലെക്സീവ് അല്ല. ഇനി 2 ഈസ് റെസിപ്രോക്കൽ ഓഫ് 1/2 ആണെങ്കിൽ 1/2 ഈസ് റെസിപ്രോക്കൽ ഓഫ് 1/2 ഈസ് റെസിപ്രോക്കൽ ഓഫ് 2. 1/2ന്റെ റെസിപ്രോക്കൽ ആണ് 2, 2ന്റെ റെസിപ്രോക്കൽ ആണ് 2. ദാറ്റ് മീൻസ് 2 ഏതാണെന്നുണ്ടെങ്കിൽ 1/2 എഴുതാം, 1/2 ഏതാണെന്നുണ്ടെങ്കിൽ 2 എഴുതാം അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? അപ്പൊ അതെന്താണ്, സിമ്മട്രിക് ആണ്. ഓക്കെ അല്ലെ. 2 ഈസ് ട്രാൻസിറ്റീവ് ആവാൻ നമുക്ക് സ്റ്റേറ്റ്മെന്റ് പോലും എഴുതാൻ വേണ്ടി പറ്റില്ല. 2 ഈസ് റെസിപ്രോക്കൽ ഓഫ് 1/2 ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത 1/2 ഈസ് റെസിപ്രോക്കൽ ഓഫ് 2 എന്നേ വരുള്ളൂ. ഒരിക്കലും നമുക്ക് 1/2 ഈസ് റെസിപ്രോക്കൽ ഓഫ് 3 എന്ന് എഴുതാൻ വേണ്ടി കഴിയില്ലല്ലോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പോലും ഉണ്ടാക്കാൻ വേണ്ടി കഴിയാത്തത് കൊണ്ട് അതെന്താണ്, സിമ്മട്രിക് ആണ്. ഓക്കെ അല്ല, അതെന്താണ്, സിമ്മട്രിക് ആണ്. ഓപ്ഷൻ എ ആണ്. 5ന്റെ ആൻസർ ഉള്ള ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ എക്സ് എലമെന്റ് ഓഫ് എക്സ് വൈ എലമെന്റ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഈസ്. ഓക്കെ, തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എക്സ് കോമ വൈ എന്ന് പറയുന്നതിൽ ഇങ്ങനെ ഒരു നമ്മളിങ്ങനെയുള്ള എക്സ് കോമ വൈ ആണ് ഉണ്ടാക്കുക. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നാണ് എക്സ് കോമ വൈ ആണ്. എക്സ് എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് എക്സ് ആണ്, വൈ എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് വൈ ആണ്. വൈ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിലുള്ള എലമെന്റ് ആണ് വൈയിൽ വരുന്നത്. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റിലുള്ള എലമെന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. പിന്നെ റിലേഷൻ തന്നിട്ടുള്ളത് വൈ ഈസ് ഈക്വൽ ടു എക്സ് ആണ്. എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ വൈന്റെ വാല്യൂ 1 തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ എക്സിന് ഞാൻ 1 എന്ന് കൊടുത്താൽ വൈക്കും തന്നെ കിട്ടും, 1 തന്നെ കിട്ടും. എക്സിന് 2 കൊടുത്താൽ വൈക്കും തൊട്ട് 2 തന്നെ കിട്ടും. അല്ല, ഏത് നമ്പർ കൊടുത്താലും ആ നമ്പർ തന്നെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് അതെന്താണ്, റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് ആണ്. ഓക്കെ അല്ലേ. പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഒരു കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ 1,1 വരുന്നുണ്ട്, 2,2 ആണ് വരുന്നത്. ഓക്കെ, 1,2 വരുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ കോൺഫ്ലിക്റ്റ് വരുള്ളൂ സിമ്മട്രിന്റെ കേസിൽ അല്ലെ. 1,1 വരുന്നുണ്ട്, 2, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും വരാം. 1,2 എന്നുള്ള
സ്റ്റേറ്റ്മെന്റ് വരുമോ? വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് എന്താണെന്നാണ് പറയാ, അത് സിമ്മട്രിക്കും ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അതേപോലെ തന്നെ അത് ട്രാൻസിറ്റീവ് ആണ് എന്നാണ് അസ്യൂം ചെയ്യുക. ഇവിടെ ലാസ്റ്റത്തെ കൺസെപ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? A, മാത്രമേ വരുന്നുള്ളൂ. ഫുള്ള് A ആണ് വരുന്നത്. അത് റിഫ്ലക്റ്റീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആണ് വരാം. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈക്വലൻസ് സിമ്മട്രിക്കും ആണ്, റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക്കും ആണ്, ട്രാൻസിറ്റീവ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന x, x plus y is equal to 2x, where x and y are positive integer. എക്സും വൈയും പോസിറ്റീവ് ഇന്റീജേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാനിതിനെ y is equal to 2x ആണ്, ഇവിടെ പ്ലസ് എക്സിനെ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എക്സ് എന്നാവും. ഞാൻ y is equal to 2x minus x എന്ന് പറയുമ്പോൾ y is equal to x എന്നുള്ള ഫോർമാറ്റിലേക്ക് തന്നെ മാറി. ഓക്കെ ആണോ? i is equal to x എന്നുള്ള ഫോർമാറ്റിലേക്ക് തന്നെ മാറി. ഇവിടെ റിലേഷൻ എന്താ വന്നിട്ടുള്ളത്? x plus y is equal to 2x ആണ്. അപ്പൊ ഞാൻ ഈ പ്ലസ് എക്സിന് അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് എക്സ് ആവും. 2x മൈനസ് എക്സ്, 2x എന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ y is equal to x എന്നായി. y is equal to നേരത്തെ സെയിം കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെ ആയിട്ട് മാറി. ദാറ്റ് മീൻ ഈക്വലൻസ് എന്നാണ് വരാം. y is equal to x അല്ല, പോസിറ്റീവ് ഇന്റീജേഴ്സേ വരുള്ളൂ എന്ന് എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട്. എക്സിന് അപ്പൊ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? 1, 2, 3, 4 ഒക്കെ കൊടുത്താലും വൈക്ക് തന്നെ കിട്ടാം 1, 2, 3, 4 എന്നാണ് കിട്ടുക. ദാറ്റ് മീൻസ് അത് റിഫ്ലെക്സീവ്, സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദ സ്ക്വയർ ഓഫ് ഓവർ n സെറ്റ് ഓഫ് റിയൽ നമ്പർ ഈസ് the square of over n set of real number is. ഇതൊന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് കൊടുക്കാം. x is the square of x. എക്സിന്റെ സ്ക്വയർ ആവോ x എന്ന് ആവും അല്ല? x എഴുതാൻ വേണ്ടി പറ്റും. എക്സിന്റെ സ്ക്വയർ ആവും. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എക്സ് വരില്ല, സോറി കേട്ടോ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ x⁻1 ആണ് ചിന്തിച്ചത്. എക്സ് സ്ക്വയർ അതാണ്. നമുക്ക് ചില മൈന്യൂട്ട് ടൈമിൽ നമ്മളെ മൈൻഡ് ഇങ്ങനെ തിരിഞ്ഞു പോകും. നമ്മൾ വളരെ പ്രസന്റബിൾ ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ പ്രസന്റബിൾ ആയിട്ടിരിക്കണം. സ്ക്വയർ എന്നാണ് പറ്റില്ല. അപ്പൊ എക്സ് സ്ക്വയർ എപ്പോഴെങ്കിലും എക്സ് എന്ന് വരും? ഒരിക്കലും വരില്ല. ദാറ്റ് മീൻസ് എക്സ് ഏതാണെന്നുണ്ടെങ്കിൽ എക്സ് എന്ന് നമുക്ക് വരില്ല. അതെന്തല്ല? റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, ഇനി എക്സ് ഈ സ്ക്വയർ ഓഫ് എക്സ് ഈ സ്ക്വയർ ഓഫ് വൈ. എക്സിന്റെ സ്ക്വയർ വൈ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വൈന്റെ സ്ക്വയർ എക്സ് ആവോ? ഒരിക്കലും ആവില്ല. 2 സ്ക്വയർ 4 ആണ്. 4 സ്ക്വയർ എപ്പോഴെങ്കിലും 2 ആവോ? ഒരിക്കലും ആവില്ല. അപ്പൊ അതെന്തും അല്ല, സിമ്മട്രിക്കും അല്ല. ഇനി 2 സ്ക്വയർ 4 ആണ്, 4 സ്ക്വയർ 16 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ റിലേറ്റ്, 2ഉം 6ഉം തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? 16 സ്ക്വയർ 2 എന്നോ അല്ലെങ്കിൽ 2 സ്ക്വയർ 16 നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പറ്റൂലല്ലോ. അപ്പൊ അത് ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ആൻസർ നൺ ഓഫ് ദീസ് ആണ് വരാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, if A has 32 elements, B has 42 elements and A union B has 62 elements, the number of elements in A intersection B. നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. n of A union B is equal to n of A plus n of B minus n of A intersection B അല്ലെ? അപ്പൊ ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇന്റർസെക്ഷൻ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെ? ഇതിന്റെ വാല്യൂ എ യൂണിയൻ ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എൻ ഓഫ് എന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എൻ ഓഫ് ബിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടുപോവാം. ഇത് മൈനസ് അല്ലേ? ഈ മൈനസ് ഉള്ളതിനെ ഞാൻ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താവും? പോസിറ്റീവ് ആവും അല്ലെ? ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവരാണ്. ഇത് പോസിറ്റീവ് അല്ലേ, പ്ലസ് അല്ലേ? ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താവും? ഇത് പോസിറ്റീവ് അല്ലേ? ഇത് ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്താവും? മൈനസ് ആവും. ഓക്കെ, ഇത് മൈനസ് ആവും. ആ മൈനസ് ഉള്ളത് ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ എന്തായി? പ്ലസും ആയി. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ യൂണിയൻ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ മൈനസ് ആയി. ഓക്കെ അല്ലേ? ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു. ഇക്വേഷൻ വരുന്ന n of A union B is equal to n of A union B is equal to n of A plus n of B minus n of A intersection B ആണ്. ദാറ്റ് മീൻസ് n of A union B ഇതാണ് ഡി മോർഗൻസ് ഇക്വേഷൻ. ഇതാണ് കേട്ടോ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്നാണ് ഇതിനെ പറയാം.
ഓക്കെ, അപ്പൊ ഇതില് ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇത് ഇങ്ങനെ എഴുതിയാലും മിസ്റ്റേക്ക് ഒന്നുമില്ല, ബിക്കോസ് ഇത് മൈനസ് ആണ്. ഇത് ഈക്വൽ ടു അങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഇത് പ്ലസ് ആണ്, ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. ഈ യൂണിയനും ഇന്റർസെക്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ സെയിം തന്നെ കേട്ടോ. നമ്മൾ അപ്പൊ ഇക്വേഷൻ ഉണ്ടാക്കണേക്കാട്ടും നല്ലത് ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ അല്ലെ? ഇത് ഈക്വൽ ടു അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി സമയം കളയണ്ട, ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ 32 ആണെന്ന് പറയുന്നുണ്ട്. 32 പ്ലസ് എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 42 ആണ്, പ്ലസ് 42 മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 62 ആണ്. 32 പ്ലസ് 42 എന്ന് പറയുമ്പോൾ 74. 74 മൈനസ് 12 എന്ന് പറഞ്ഞാൽ 12 ആണ് വരിക. 74 മൈനസ് 62 എന്ന് വരും. 74 മൈനസ് 62 എന്ന് പറഞ്ഞാൽ 12 വരും. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ 12 എന്ന് വരും. ക്ലിയർ അല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 20 ചിൽഡ്രൻ 8 ഡ്രിങ്ക് ടീ ബട്ട് നോട്ട് കോഫി ആൻഡ് 30 ലൈക്ക് ടീ. ദ നമ്പർ ഓഫ് ഡ്രിങ്ക് കോഫി ബട്ട് നോട്ട് ടീ ഈസ്. എന്താ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് വെച്ചാൽ 20 കുട്ടികളുണ്ട്. 20 കുട്ടികളുണ്ട്. അതില് 8 ആൾക്കാർ കോഫി മാത്രം ടീ മാത്രം കഴിക്കുള്ളൂ. 8 ആൾക്കാർ ടീ മാത്രം കഴിക്കുള്ളൂ. 13 ആൾക്കാർ ടീ ടോട്ടൽ കഴിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? 13 ആൾക്കാരുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് എത്ര ആൾക്കാരുണ്ടാവും? 5 ആൾക്കാർ ടീയും കോഫിയും കഴിക്കുന്ന 5 ആൾക്കാരുണ്ടാവും അല്ലെ? ടീയും കോഫിയും കഴിക്കുന്ന 5 ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ബാക്കി കോഫി മാത്രം കഴിക്കുന്ന എത്ര ആൾക്കാരായിരിക്കും അപ്പൊ ഉണ്ടാവുക? 7 ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? 7 ആൾക്കാരായിരിക്കും കോഫി മാത്രം കഴിക്കുന്നുണ്ടാവുക. കോഫി മാത്രം കുടിക്കുന്നത് 7 ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി. നമ്മളോട് കോഫി മാത്രം കഴിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കോഫി ടീ കഴിക്കുന്ന 8 ആൾക്കാരാണ്. ടീ മാത്രം കഴിക്കുന്ന 8 ആൾക്കാരാണുള്ളത്. 13 ആൾക്കാര് ടീ കഴിക്കുന്ന 13 ആൾക്കാരുണ്ട്. ടീ കഴിക്കുന്ന 13 ആൾക്കാരും ടീ മാത്രം കഴിക്കുന്ന 8 ആൾക്കാരുമാണ് ഉള്ളത്. അങ്ങനെയാണ് ടോട്ടൽ 20 സ്റ്റുഡൻസ് ആണുള്ളത്. അതിന് 13 മൈനസ് ചെയ്താൽ 7 സ്റ്റുഡൻസ് ആണ് കോഫി മാത്രം കുടിക്കുന്നത് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് ദ സെറ്റ് 6, 8, 7. നമ്പർ ഓഫ് സബ്സെറ്റ് കാണാൻ വേണ്ടിയിട്ട് 2 raised to n ചെയ്താൽ നമ്പർ ഓഫ് സബ്സെറ്റ് കിട്ടും. ഇവിടെ നമ്പർ ഓഫ് എലമെന്റ്സ് 3 അല്ലേ വരുന്നത്. അപ്പൊ എന്നിന് എന്ത് കൊടുത്താൽ മതി? 3 കൊടുത്താൽ മതി. 2 raised to 3 എന്ന് പറഞ്ഞാൽ 8. ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ സെറ്റ് വി ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. ആർ ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 0. എസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 1 another if x is equal to are equal to 1 another if x is equal. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെന്റും എന്താണ്? ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും വരാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലെ? ഈ ഇക്വേഷനിൽ ഏതാണ് എക്സിന്റെ വാല്യൂ സാറ്റിസ്ഫൈഡ് ആവുന്നതെന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വീണ്ടും ഇക്വേഷൻ എന്താ വരുന്നത്? എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ എക്സിന് -2 എന്ന് കൊടുത്തു നോക്കാം. -2 എന്ന് കൊടുക്കുന്ന സമയത്ത് -2 ഡിവൈഡ് ബൈ -2 പ്ലസ് 2 എന്നാവും. അപ്പൊ ഡിനോമിനേറ്റർ മൊത്തത്തിൽ 0 ആയില്ലേ? -2 ഡിവൈഡ് ബൈ 0 ദാറ്റ് മീൻസ് 0 എന്നല്ല കിട്ടാം. അപ്പൊ -2 വി ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റ് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഇനി അടുത്ത ആർ ഈക്വൽ ടു എന്നുള്ള സെറ്റിൽ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് -2 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പകരം -2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു -2 എന്നാവും അല്ലേ? കറക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ -2 ഡിവൈഡ് ബൈ -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. 2 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -4. ഡിനോമിനേറ്റർ 0 ആയില്ലേ? ദാറ്റ് മീൻസ് മൊത്തത്തിൽ ഇത് 0 ആയില്ലേ? ഇത് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല -2. ഇനി ഇവിടെ പറയുന്നത് മൂന്നാമത്തെ പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 ആണെന്നേ മാത്രമേ പറഞ്ഞുള്ളൂ. ഈ സച്ച് ദാറ്റ് നിങ്ങൾ കണ്ട് ടെൻഷനാണ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ സെറ്റിൽ സെറ്റ് ബിൽഡർ ഫോം ഉണ്ടാക്കുന്ന സമയത്ത് ആ സെറ്റ് എക്സിനെ സൂചിപ്പിക്കുന്നതാണ് എക്സ് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിന് -2 കൊടുക്കുമ്പോൾ -2 സ്ക്വയർ പ്ലസ് 2 -2 ഈക്വൽ ടു 0 എന്ന് വരും അല്ലെ? 2 സ്ക്വയർ എന്ന് പറയുന്ന സമയത്ത് -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 2 -2 ഈക്വൽ ടു 0 എന്ന് വരും. എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് -2
അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ -2 എന്നാട്ട് വരാം. എക്സ് എന്ന് പറയുന്നത് -2, എക്സ് എന്ന് പറയുന്നത് -2, -2. 4 -2 -2 എന്ന് പറഞ്ഞാൽ 0 അല്ലേ വരാം. അപ്പൊ ഈ മൂന്നാമത്തത് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. എക്സിന്റെ വാല്യൂ -2 എന്ന് കൊടുത്തു, എക്സ് സ്ക്വയറിന് -2² എന്ന് കൊടുത്തു, -2. ഇതും സാറ്റിസ്ഫൈഡ് അല്ലേ. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ 2x-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു നോക്കാം. എക്സിന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/2 + 2 = 0. ദാറ്റ് മീൻസ് 2/4 എന്നാണ് വരാം. ഇവിടെ 2/4 എന്ന് വരാം. 0 കിട്ടുന്നില്ല. ഈക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഇനി ഇതിലേക്ക് നോക്കുന്ന സമയത്ത് 2/2² എന്ന് പറഞ്ഞാൽ 4, 4 + 4 2/8 എന്നാണ് വരെ. ഇവിടെ സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ 1/2 കൂടി വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സാറ്റിസ്ഫൈഡ് ആവില്ല, 0 എന്നുള്ള വാല്യൂ കിട്ടില്ല. ഓക്കെ അല്ല. 12ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ യൂണിവേഴ്സൽ സെറ്റ് ഇ ഈസ് ഇക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ ലെസ് ദാൻ 25, എ ഈസ് ഇക്വൽ ടു 2, 6, 8, 14, 22, ബി ഈസ് ഇക്വൽ ടു 4, 8, 10, 14, ദെൻ എ എന്ന് പറയുന്നത് 2, 6, 8, 14, 12 ആണ്. ബി എന്ന് പറഞ്ഞാൽ 4, 8, 10, 14 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈ? ഈ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന പോസിറ്റീവ് ഇൻറ്റീജർ 25 വരെ, ദാറ്റ് മീൻസ് 1 to 25 വരെ യൂണിവേഴ്സൽ സെറ്റിൽ വരുന്നുണ്ട്. ഇതിൽ ഏത് കണ്ടീഷനാണ് സാറ്റിസ്ഫൈഡ് ആവാന്ന് ചോദിക്കുന്നത്. അപ്പൊ നമ്മളത് ചെയ്ത് നോക്കേണ്ടി വരും. അതിനാണ് അവർ ഈ എൻ്റെയും ബീൻ്റെ ഒക്കെ തന്നിട്ടുള്ളത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഡിമോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ടല്ലോ. ഡിമോർഗൻസ് ലോ വെച്ചിട്ട് ഏതാണ് സാറ്റിസ്ഫൈഡ് ആവുക? ഇത് റോങ് അല്ലേ. ഇവിടെ ഇന്റർസെക്ഷൻ ആണ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇന്റർസെക്ഷൻ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇത് റോങ് ആണ്. ഇനി എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി ഓൾ റേസ് ടു കോംപ്ലിമെന്റ് ഈസ് ഇക്വൽ ടു നൾ. ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് എവിടെയും പഠിച്ചിട്ടില്ലല്ലോ. ഈ കൺസെപ്റ്റിൽ ഡിമോർഗൻസ് ലോയിൽ വരുന്നത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. എ കോംപ്ലിമെന്റ് കാണാം, എന്നിട്ട് അതിന്റെ ബി ആയിട്ട് ഇന്റർസെക്ഷൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ് കാണുമ്പോൾ അത് നള്ളാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. പ്രശ്നമൊന്നുമില്ല. എന്തായാലും നൾ സെറ്റ് അല്ല കിട്ടാം. ഓക്കെ അല്ലേ. ഇനി അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ദ സെറ്റ് പി ഹാസ് 3 എലമെന്റ്, ക്യൂ ഹാസ് 4 എലമെന്റ്, ആർ ഹാസ് 2 എലമെന്റ്, സെറ്റ് പി ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ. ഞാൻ പറഞ്ഞു പി എ ഇൻറ്റു ബി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് കണ്ടുപിടിക്കണം. അതിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് 3 വരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് മീൻസ് 3 × 4 × 2 ചെയ്താൽ മതി. 3 × 4 × 2 ചെയ്ത ആൻസർ. 3 × 4 എന്ന് പറയുന്നത് 12, 12 × 2 എന്ന് പറഞ്ഞാൽ 24 എലമെന്റ്സ് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാം. ഓക്കെ അല്ലേ. ഇനി അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൻ എ ഈസ് ഇക്വൽ ടു 2, 3, ബി ഈസ് ഇക്വൽ ടു 4, 5, സി ഈസ് ഇക്വൽ ടു 5, 6, ദെൻ എ ഇൻറ്റു ബി ഇന്റർസെക്ഷൻ സി ഈസ്. എൻ്റെയും ബിൻ്റെയും സിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. എ ഇൻറ്റു ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പൊ അതിന് ഫസ്റ്റ് ബി ഇന്റർസെക്ഷൻ സി കണ്ടുപിടിക്കണം. ബി ഇന്റർസെക്ഷൻ സി ചെയ്താൽ എന്താ കിട്ടുക? 5 അല്ലേ. രണ്ടിലും കോമൺ ആയിട്ട് 5 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എ ഇൻറ്റു 5 ആണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് അല്ല. എ എന്ന് പറഞ്ഞാൽ 2, 3. ഇപ്പൊ 2, 5 വരും, 3, 5 വരും. എയിലുള്ള എലമെന്റ് വേണം ഫസ്റ്റ് കൊടുക്കാൻ വേണ്ടി. മൾട്ടിപ്ലൈ ചെയ്യാൻ ആകെ ഒറ്റ എലമെന്റ് മാത്രമേ. അപ്പൊ 2, 5, 3, 5. 2, 5, 3, 5 ഓപ്ഷൻ എ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ആവാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റത്തെ സെറ്റിലുള്ള എലമെന്റ് തന്നെ വേണം ഫസ്റ്റ് വരാനെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നോട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, എ ടൗൺ ഹാസ് എ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് 50,000. ഔട്ട് ഓഫ് ഇറ്റ് 28,000 റീഡ് ദ ന്യൂസ് പേപ്പർ എക്സ് ആൻഡ് 23,000 റീഡ് വൈ, while 4,000 read both the paper. The number of persons not read X and Y both is. ഓക്കെ അല്ലേ. ഇതിൽ എന്താ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ടൗണിൽ 500 പോപ്പുലേഷൻ ആണ് ഉള്ളത്, 50,000 പോപ്പുലേഷൻ ആണുള്ളത്. അതിൽ ന്യൂസ് പേപ്പർ വായിക്കുന്ന 28,000 ആൾക്കാരും വൈ ന്യൂസ് പേപ്പർ വായിക്കുന്ന 23,000 ആൾക്കാരും, രണ്ടും വായിക്കുന്ന 4,000 ആൾക്കാരുമാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഇത് വായിക്കാത്ത എത്ര പേരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. എക്സും വൈയും വായിക്കാത്ത എത്ര പേരുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്, എൻ ഓഫ് വൈ തന്നിട്ടുണ്ട്. രണ്ടും വായിക്കുന്നത് രണ്ടും എന്ന് പറയുന്നത് കോമൺ അല്ലേ. എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ അല്ലേ കോമൺ. രണ്ടും എന്ന് പറയുമ്പോൾ എൻ ഓഫ് എക്സ് ഇന്റർസെക്ഷൻ വൈ അല്ലേ വരാം. ഓക്കെ അല്ലേ. ഈ 3 ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ കിട്ടും.
അല്ലെ. എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 28,000. ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 28,000 പ്ലസ് വായിക്കുന്ന 23,000 മൈനസ് 4,000 വരും. അല്ലെ, ഇത് ചെയ്താൽ എത്ര ആൻസർ എത്ര കിട്ടാം? 28,000 പ്ലസ് 23,000 എന്ന് പറയുമ്പോൾ 51,000 എന്ന് വരും. അല്ലെ, 51,000 എന്ന് 4,000 മൈനസ് ചെയ്താൽ 47,000 എന്ന് വരും. കറക്റ്റ് അല്ലേ? 47,000 ആണ്. രണ്ടും വായിക്കുന്ന 47,000 ആൾക്കാരുള്ളത്. അപ്പൊ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? രണ്ടും വായിക്കാത്ത എത്ര പേരുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 47,000 ആൾക്കാരാണ് രണ്ടും വായിക്കുന്നത് ഉള്ളത്. മൊത്തം പോപ്പുലേഷൻ 50,000 ആണ്. അപ്പൊ വായിക്കാത്തവർ എത്ര പേരായിരിക്കും? 3,000. രണ്ടും വായിക്കുന്ന 47,000 ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വായിക്കാത്തവര് 3,000 ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യന് ഇഫ് എ is equal to 1, 2, 3, 5, 7 and b is equal to 1, 3, 6, 10, 15 cardinal number of a minus b is. എയും ബിയും കൂടി മൈനസ് ചെയ്താൽ ഉള്ളതിന്റെ കാർഡിനൽ നമ്പർ. ഓക്കെ, എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും എ മൈനസ് ബിയിൽ എന്നാണ് ചോദിക്കുന്നത്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് എ എന്ന് ബിയിലുള്ള എലമെന്റ്സിനെ ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിനെയാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇതിൽ 1 ഉണ്ട്, അപ്പൊ ഇതിലെ 1ഉം ക്യാൻസൽ ചെയ്യാം. ഇതിൽ 3 ഉണ്ട്, അപ്പൊ ഇതിലെ 3 ക്യാൻസൽ ചെയ്യാം. ബാക്കി 5, 2, 5, 7 ഇല്ലല്ലോ. അപ്പൊ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരാ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2, 5, 7 അല്ലേ? ഇതിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്? 3 അല്ലേ? അപ്പൊ ഓപ്ഷൻ എ 3 എന്ന് വരും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ, പെട്ടെന്ന് കണ്ടുപിടിച്ച് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദ ഡയഗ്രാം ഈസ് ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ? ഫംഗ്ഷന്റെ ഗ്രാഫ് ഏതാണ് വരാമെന്നാണ് ചോദിക്കുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നതിനാണ് ഫംഗ്ഷൻ തരുന്നത്. എക്സിന് വാല്യൂ കൊടുക്കുകയാണെങ്കിൽ വൈന്റെ വാല്യൂ കിട്ടിക്കൊണ്ടേ ഇരിക്കണം. ഓക്കെ, റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടി പാടില്ല. ഞാനിപ്പോ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്ന സമയത്ത് റിപ്പീറ്റേഷന് വരാൻ പാടില്ല. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. എന്താണോ? കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു, അപ്പൊ അതിൽ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നാണ്? അത് 1, അല്ല. ഓക്കെ, അതെന്തല്ല? 1, ഫംഗ്ഷൻ അല്ല എന്നാട്ടോ അതിന്റെ അർത്ഥം. അതെന്തല്ല? 1, ഫംഗ്ഷൻ അല്ല. ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു, അപ്പൊ അതിലും റിപ്പീറ്റേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. റിപ്പീറ്റേഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഓൺ ടു ഫംഗ്ഷൻ അല്ല എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? നമ്മളോട് ഓൺ ടു 1, എന്നല്ല ചോദിച്ചിട്ടുള്ളത്, നമ്മളോട് ഫംഗ്ഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? ഫംഗ്ഷൻ ആണോ അല്ലേന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഫംഗ്ഷൻ ആണോ അല്ലേ നമ്മൾ എങ്ങനെയാ നോക്കുക? കണ്ടിന്യൂവേഷൻ, തന്നിട്ടുള്ള ഗ്രാഫിന് കണ്ടിന്യൂവേഷൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഇത് ഇങ്ങനെ ഒരു കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടോ, എവിടെയെങ്കിലും ബ്രേക്ക് ആവാണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്. അതാണ്. ഇതിൽ എന്താണ്? ഒരു കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ട്? ഇല്ല. ഇത് വൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, ബ്രേക്ക് ആവുന്നില്ല. അല്ലെ? ബ്രേക്ക് ആവുന്നില്ലല്ലോ, ബ്രേക്ക് ആവുന്നില്ല. ഇവിടെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓപ്ഷൻ സിയിലേക്ക് വരുമ്പോൾ ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ടോ? ഇല്ല, ഇതിവിടെ ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇതെന്തല്ല? ഫംഗ്ഷൻ അല്ല. ഇതും ഫംഗ്ഷൻ അല്ല. ഇതിന് കണ്ടിന്യൂറ്റി ഉണ്ടോ? ഇല്ല, ഇതും ഫംഗ്ഷൻ അല്ല. ഓപ്ഷൻ ബി ആണ് ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ് എ സർട്ടൻ കോൺഫറൻസ് ഓഫ് 100 people there are 29 Indian women, 23 Indian men. Out of these Indian people 4 are doctor, 24 are either men or doctor. There are no foreign doctors. The number of women doctor attending the conference is. ക്വസ്റ്റ്യൻ എന്താന്ന് ക്ലിയർ ആണ്. ഒരു കോൺഫറൻസിൽ 100 ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 29 ആൾക്കാർ ഇന്ത്യയിലുള്ള വുമൻസ് ആണ്, ഇന്ത്യൻ വുമൻസ് ആണ്. 23 ആൾക്കാർ ഇന്ത്യയിലുള്ള മെന്നാണ്. ഇതില് 4 ഡോക്ടേഴ്സ് ഉണ്ട്. ഇതിൽ തന്നിട്ടുള്ളതിൽ 4 ഡോക്ടേഴ്സ് ഉണ്ട്. അതിൽ 24 ആൾക്കാർ മെൻ ആൻഡ് 24 ആർ എയ്തർ മെൻ ഓർ ഡോക്ടർ. മെന്നും ഡോക്ടറും ആയിട്ടുള്ള 24 ആൾക്കാരും ഉണ്ട്. ദർ ആർ നോ ഫോറിൻ ഡോക്ടേഴ്സ്. അതിൽ ഫോറിൻ ഡോക്ടേഴ്സ് ആരും ഇല്ല. ദ നമ്പർ ഓഫ് വുമൺ ഡോക്ടർ അറ്റൻഡിങ് ദ കോൺഫറൻസ്. അങ്ങനെയാണെങ്കിൽ എത്ര വുമൺ ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുന്ന? ഇന്ത്യയിൽ എത്ര മെന്നുണ്ട്? 23 മെന്നുണ്ടെന്നാണ് പറയുന്നത്. ഫോറിൻ ഡോക്ടേഴ്സ് ആരും പങ്കെടുത്തിട്ടില്ല. 24 മെന്നും ഡോക്ടേഴ്സും ഉണ്ട്. ദാറ്റ് മീൻസ് അതിൽ 23 എന്തെന്നായിരിക്കും? 23 എന്തെന്നായിരിക്കും? മെന്നായിരിക്കുമല്ലോ. നമ്മളോട് വുമൺ ഡോക്ടറിന്റെ അല്ലേ ചോദിച്ചുള്ളൂ. അപ്പൊ അതിൽ ഒരു വുമൺ ഡോക്ടർ അല്ലേ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? 29 വുമൺ ഉണ്ട്, 23 മെന്നുണ്ട്. ഓക്കെ, ഇതിൽ 4 ഇന്ത്യയിലുള്ള 4 ഡോക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ അല്ലെ? ഇന്ത്യൻ പീപ്പിൾ
4 are doctor and 24 24 men or doctor ആയിട്ടുള്ള 24 ആൾക്കാരുണ്ട്. മെന്നും ഡോക്ടേഴ്സും കൂടി 24 ആൾക്കാരുണ്ട്. ദാറ്റ് മീൻസ് അതിൽ ഒരു ഫോറിനേഴ്സും ഇല്ലാന്നാ പറയുന്നത്. ദാറ്റ് മീൻസ് 23 മെൻ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവും. ബാക്കി ഒന്നായിരിക്കും എന്തായിട്ട് വരുന്നത്, വുമൺ ആയിട്ട് വരുന്നുള്ളത്. ഡോക്ടേഴ്സ് ഫോറിൻ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് എ ഈസ് ഈക്വൽ ടു എ കോമ ബി സെറ്റ് ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ ഡിനോട്ടഡ് ബൈ പി ഓഫ് എ. നൗ എൻ ഓഫ് പി ഓഫ് എ ഈസ്. എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ എ കോമ ബി ആണ് വരുന്നത്. എൻ ഓഫ് പി ഓഫ് എ ആണ് ചോദിച്ചുള്ളത്. നമ്പർ ഓഫ് പവർ സെറ്റ്സ് എത്രയാണ് വരാന്നാണ് ചോദിക്കുന്നത്. നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ ഡിനോട്ടഡ് ബൈ പവർ സെറ്റിനാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് പി ഓഫ് എ. നമ്പർ ഓഫ് പി ഓഫ് എ എത്രയാണ് വരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര വരാം? 2n. ഇതിൽ എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉള്ളത്? 2 അല്ലേ? അപ്പൊ 2 എന്ന് പറയുന്നത് 4. സിമ്പിൾ അല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Out of 2000 employees in a coffee, 48% preferred coffee, 54% like tea, 64% used to smoke. Out of the total, 28% used coffee and tea, 32% used tea and smoke, and 30% prefer coffee and smoke. Only 6% did none of this. The number of having all the three. ഇവിടേക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി 3 എണ്ണാണ് വരുന്നത്. ഈ സമയത്ത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എൻ ഓഫ് സിയും ടിയും എസും ആയതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്യാട്ടോ. സി യൂണിയൻ ടി യൂണിയൻ എസ് സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് എസ് മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ എസ് മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എസ് പ്ലസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എസ് ഇന്റർസെക്ഷൻ ടി. ഓക്കെ അല്ലെ? ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ആയ ആൻസർ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഫസ്റ്റ് കോഫിന്റെ തന്നിട്ടുണ്ട്. കോഫിൻ്റെത് 48% എന്ന് പറയുന്നുണ്ട്. പിന്നെ ടീന്റെ തന്നിട്ടുണ്ട്. ടീൻ്റെത് 54% എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്ത് സ്മോക്കിന്റെ 64% എന്ന് പറയുന്നുണ്ട്. മൈനസ് അടുത്ത ടീയും കോഫിയും കൂടി 28%, ടീയും സ്മോക്കും കൂടി 32%, കോഫിയും സ്മോക്കും കൂടി 30%. ഇത് മൈനസ് ചെയ്യാം. ഈ ലാസ്റ്റ് ഇത് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? ലാസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ള? only 6% did none of this. ഇതൊന്നും ചെയ്യാത്ത 6% ആൾക്കാരുണ്ടെന്നാ പറഞ്ഞത്. ടോട്ടൽ എത്ര ശതമാനം ആൾക്കാരാണുള്ളത്? 100% ആൾക്കാരുള്ളത്. ഇതിൽ 6% ആൾക്കാർ ഇത് ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതെല്ലാം ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? 94% ആൾക്കാരുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ അല്ലെ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ദ നമ്പർ ഹാവിങ് ഓൾ ദ ത്രീ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എസ് ഇന്റർസെക്ഷൻ ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലെ? ഇതിന്റെ വാല്യൂ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിക്കാം. ഓക്കെ അല്ലെ? ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിക്കുന്ന സമയത്ത് 76 എന്നാണ് വരാം. 94 is equal to 76 പ്ലസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എസ് ഇന്റർസെക്ഷൻ ടി എന്ന് വരും. ഓക്കെ അല്ലെ? ഈ 76 പ്ലസ് ആണ് ഈക്വൽ ടു കൂടെ വരുമ്പോൾ മൈനസ് ആവും. ദാറ്റ് മീൻസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എസ് ഇന്റർസെക്ഷൻ ടി ഈസ് ഈക്വൽ ടു 80% എന്ന് കിട്ടും. 80% എന്നുള്ളത് നമുക്ക് ഓപ്ഷനിൽ ഇല്ലല്ലോ, തന്നിട്ടില്ലല്ലോ. ഇല്ലല്ലോ. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുള്ള പെർസെന്റേജ് ആൻസറിൽ തന്നിട്ടുള്ള എംപ്ലോയീസിന്റെ നമ്പറിലാണ്. ടോട്ടൽ 2000 എംപ്ലോയീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, അപ്പൊ ഈ 2000 എംപ്ലോയീസിന്റെ 80% എടുക്കണം. 2000 എംപ്ലോയീസിന്റെ 80% എടുക്കണം. 360 എന്ന് കിട്ടും. 316 കിട്ടും. ഓപ്ഷൻ എ. ഓക്കെ അല്ലെ? 22ാമത്തെ ക്വസ്റ്റ്യൻ refers to the data of question number 21. The number of employees having T and S but not C's. നമ്മളോട് എന്താ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ടിയും എസും, ദാറ്റ് മീൻസ് ടിയും സ്മോക്കും മാത്രം ചെയ്യുന്ന എത്ര പേരുണ്ട്? പക്ഷെ അതിൽ എന്ത് ഇൻക്ലൂഡഡ് ആവാൻ പാടില്ല? കോഫി ഇൻക്ലൂഡഡ് ആവാൻ വേണ്ടി പാടില്ല. നമുക്ക് ടിയും എസും മാത്രം ഉള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. ടിയും എസും മാത്രമുള്ളത് തന്നിട്ടുണ്ട്. അല്ല, 32% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അവര് മാത്രം ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. കോഫി കുടിക്കുന്ന ആൾക്കാരത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3 കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന എത്ര ആൾക്കാരുള്ളത്? അത് മൈനസ് ചെയ്താൽ പോരെ.
ടി ഇന്റർസെക്ഷൻ എസ് ഇന്റർസെക്ഷൻ കോഫി. ഇത് മൂന്നും കൂടി ചെയ്യുന്ന ആൾക്കാർ ഇത് മൈനസ് ചെയ്താൽ പോരെ. രണ്ടാൾക്കാർ ടീയും സ്മോക്കും മാത്രം ചെയ്യുന്നതിൽ നിന്ന് ടീയും സ്മോക്കും കോഫിയും കൂടി ചെയ്യുന്നത് മൈനസ് ചെയ്താൽ പോരെ. മൂന്നും കൂടി ചെയ്യുന്നത് 32% ആണുള്ളത്, മൂന്ന് മാത്രം ചെയ്യുന്നത് 80%. ദാറ്റ് മീൻസ് 40% ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, ടീയും സ്മോക്കും മാത്രം ചെയ്യുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആക്കണം കേട്ടോ, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കണം കേട്ടോ, എന്തുകൊണ്ടാണ് അടുത്തത് അങ്ങനെ വരാനുള്ള റീസൺ നോക്കണം കേട്ടോ. അപ്പൊ 2000ന്റെ 40%, 2000 40% എന്ന് പറഞ്ഞാൽ 218 കിട്ടും. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്ന റിഫേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 21. ദ നമ്പർ ഓഫ് എംപ്ലോയീസ് പ്രിഫർ ഓൺലി കോഫി. കോഫി മാത്രം കഴിക്കുന്ന എത്ര പേരുണ്ടെന്ന്, കോഫി കഴിക്കുന്ന എത്ര ആൾക്കാരാന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടല്ലോ. അതിന് എന്ത് ചെയ്യാ, കോഫിയും സ്മോക്കും ചെയ്യുന്നതും കോഫിയും അതേപോലെ തന്നെ കോഫിയും ടീയും കുടിക്കുന്നുണ്ട്, ഇത് കോമൺ ആയിട്ട് കുടിക്കുന്നത് മൈനസ് ചെയ്യാം. ഇത് കോഫി കുടിക്കുന്ന എത്ര ആൾക്കാരുള്ളത്, 48% ആണ്. ഈ 48% കോഫി കുടിക്കുന്ന 48% അല്ല, ഈ 48% കോഫിയും സ്മോക്കും കൂടി എന്ന് പറയുമ്പോൾ 30%. ഓക്കെ. ഇനി കോഫിയും ടീ എന്ന് പറയുമ്പോൾ 28% മൈനസ് ചെയ്യാം. ഓക്കെ. ഈ കോഫിയും ഷുഗറും കോഫിയും സ്മോക്കും കോഫിയും ടീയിലും എന്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും, ഇത് മൂന്നും കൂടി കഴിക്കുന്നത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അതും കൂടി നമ്മൾ അതിന്റെ കൂടെ മൈനസ് ചെയ്ത് പോകും. പക്ഷെ അത് എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ച് ആഡ് ചെയ്യണം. 48 മൈനസ് 13 മൈനസ് 28 പ്ലസ് 18. ഓക്കെ അല്ലെ. അതിന്റെ കൂടെ ആഡ് ചെയ്ത് പോവാ. ഓക്കെ അല്ലെ. ഇത് ഡയറക്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റർ കൊടുക്കുമ്പോൾ ആൻസർ തെറ്റും. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യം പ്ലസും കൂടെ 48 പ്ലസ് 18 ചെയ്യാം. ഓക്കെ. ബോട്ട് മാസ് പ്രകാരം ആദ്യം അഡീഷൻ ചെയ്യാം, എന്നതിന് ശേഷം -13 -28 എന്ന് കൊടുക്കുക. ഓക്കെ അല്ലെ. അല്ലെങ്കിൽ ആൻസർ തെറ്റുട്ടോ. ഓക്കെ. അപ്പൊ ആൻസർ കിട്ടുട്ടോ 8% എന്നാണ് കിട്ടുക. 2000ന്റെ 8% കാൽക്കുലേറ്റ് ചെയ്യുക. 2000ന്റെ 8% കാൽക്കുലേറ്റ് ചെയ്യുക. 8% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 116 എന്ന് കിട്ടും. ഓക്കെ അല്ലെ. ഇനി അടുത്ത ജി ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ടാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x+3 ആണ്. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് x+3 ആണ്. x+3 എന്ന് കൊടുക്കുക. ഇത് നേരത്തെ ചെയ്തുള്ള സെയിം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ, സെയിം ആണ്, ഡിക്റ്റോ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x² ആണ്. എക്സിന് പകരം എന്ത് കൊടുക്കുക, x+3 സ്ക്വയർ എന്നാക്കി കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് x+3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. x+3 ഹോൾ സ്ക്വയർ, ഓപ്ഷൻ എ വരും. ഓക്കെ. ഇനി അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1/1 - x ദെൻ എഫ് ഇൻവേഴ്സ്. എഫിന്റെ ഇൻവേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. 1/1 - x ആണ് എഫിന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ y ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുക. ലാസ്റ്റ് yക്ക് x എന്ന് തന്നെ ആക്കി കൊടുക്കുക. ഈ ഡിനോമിനേറ്ററിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ ഇത് ഇൻറ്റു, അപ്പൊ 1/y ഈസ് ഈക്വൽ ടു 1 - x എന്നാവും. ഓക്കെ. എനിക്ക് എക്സ് മാത്രം മതി. ദാറ്റ് മീൻസ് ഈ -1 ഇങ്ങോട്ട് വരുമ്പോൾ -1 എന്നായി അല്ലെ, -x. എനിക്ക് -x മാറി, എനിക്ക് എക്സ് മാത്രം മതി. എക്സ് കാണുന്നുണ്ടോ? എനിക്ക് എന്ത് ചെയ്താൽ മതി, എക്സ് മാത്രം മതി. അപ്പൊ ഈ മൈനസ് ഉണ്ട്, മൈനസ് മാറ്റണം എന്നുണ്ടെങ്കിൽ മൊത്തം ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ ഈ 1/y പോസിറ്റീവ് ഉള്ള എന്താവും, മൈനസ് ആവും. ഇതെന്താവും, പോസിറ്റീവ് ആവും. ഈക്വൽ ടു എക്സ്. നേരെ ഓപ്പോസിറ്റ് സൈൻ ആയി. അപ്പൊ ഒന്ന് വൃത്തിക്ക് വേണ്ടി ഇപ്പുറത്തേക്ക് എഴുതിയെന്നുള്ളൂ കേട്ടോ. അപ്പൊ ഈ വൈക്ക് പകരം എന്തിനു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എക്സ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1 - 1/x എന്നോ. 1 - 1/x എന്നുള്ളത് എന്തിലില്ല, ഇതില് ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ഓപ്ഷൻ എന്താകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. 1 - 1/x എന്തേ ക്രോസ് മൾട്ടിപ്ലൈ. ഇവിടെ ഡിനോമിനേറ്ററിൽ 1 ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. 1 × x എന്നാണ് x. x - 1 × 1 ഡിവൈഡ് ബൈ x. x - 1 ഡിവൈഡ് ബൈ x. ഓപ്ഷൻ ബി. ഒന്നും കൂടി പറഞ്ഞുതരാം. എഫ് ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫ് ഇൻവേഴ്സ് കാണാൻ വേണ്ടി പറഞ്ഞാൽ 1/1 - x ആണ്. ഇതിന് ഈക്വൽ ടു y ആണെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് 1 = y × 1 - x എന്നായി. എന്നിട്ട് ഈ y-നെ ഞാൻ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുവരാണ്. 1 - x. ഓക്കെ അല്ലെ. ഇത് -x അല്ലെങ്കിൽ +x ആവണം അല്ലെ. അപ്പൊ ഞാൻ വേണമെങ്കിൽ എക്സിനേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ 1 ഉണ്ട്, -x ആണ്. ഇവിടെ വന്നപ്പോ +x ആയി. ഇത് +1/y ആണ്. അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, -1/y എന്നാവും. ഓക്കെ. x = 1 - 1/y എന്നായി. 1 - 1/y. വൈക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാണ്, എക്സ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ഓപ്ഷനിൽ കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, അടുത്ത ക്രോസ് മൾട്ടിപ്ലൈ ആട്ടെ. 1 × y എന്ന് പറയുമ്പോൾ y.
മൈനസ് 1 into 1 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 1 into y എന്ന് പറഞ്ഞാൽ y. ഇവിടെ വൈക്ക് പകരം വീണ്ടും നമ്മൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതിന് പറഞ്ഞിട്ടുള്ള കാര്യം ക്ലിയർ അല്ല? ക്വസ്റ്റ്യൻ വായിക്കുക വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻ വായിക്കുക, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക. കുറച്ചധികം കൺസെപ്റ്റ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് എന്താണ് അതിൽ പറയുന്നത് നോക്കുക, നേരെ ആൻസർ പോകുക. അല്ലാണ്ട് വേറെ ഒരു കൂടുതലായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫിഗേഴ്സോ കാര്യങ്ങളോ ഒന്നും ഈ ചാപ്റ്ററിൽ വരുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആട്ടോ. ഫസ്റ്റ് നമ്മൾ സെറ്റ് എന്താന്ന് നോക്കി, സെറ്റിന്റെ കുറേ പ്രോപ്പർട്ടീസ് നോക്കി. സെറ്റ് ബിൽഡർ ഫോം, റോസ്റ്റർ ഫോം, സബ്സെറ്റ്, നൾ സെറ്റ്, എലമെന്റ്, നോട്ട് എലമെന്റ്, കോംപ്ലിമെന്റ്, ഇന്റർസെക്ഷന്, യൂണിയന്, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ് നോക്കിയിട്ട് പിന്നെ സബ്സ്ട്രാക്ട് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊഡക്റ്റ് സെറ്റ്, ഇത് സെറ്റിൽ ഇത്രയും കൺസെപ്റ്റ് നോക്കിയിട്ടുണ്ട്. അടുത്ത രണ്ടാമത് നോക്കിയിട്ടുള്ളത് ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷനിൽ നമ്മൾ 1 1 on 2 നോക്കി, മാപ്പിംഗ് എന്താന്നുള്ള കാര്യം നോക്കി. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു 1 1 on 2 ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയാ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയും. 1 1 on 2 ആണെന്നുണ്ടെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നുള്ള കാര്യം പറയും. പിന്നെ അതിൽ ഡൊമൈനും റേഞ്ചും എന്താന്നുള്ള കാര്യം നോക്കി. പിന്നെ മൂന്നാമത് നോക്കിയിട്ടുള്ളത് റിലേഷനിൽ 3 റിലേഷൻ ആണ് വരുന്നത്. റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഈക്വലൻസ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ സെയിം വരാണെന്ന് റിഫ്ലെക്സീവ്. എയും ബിയും ആണെങ്കിൽ ബിയും എയും ഉണ്ടെങ്കിൽ അത് സിമെട്രിക്. എയും ബിയും സി ഉണ്ടെങ്കിൽ എ സിയും സിയും വേണം, അങ്ങനെയാണെങ്കിൽ ട്രാൻസിറ്റീവ്. ഇത് 3 സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ ഈക്വലൻസ്. ഇത്രയും കൺസെപ്റ്റ് ആണ് ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. കുറച്ചധികം കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് സ്കോർ ചെയ്യാനും എത്താനും പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് കേട്ടോ. നല്ല രീതിയിൽ നോക്കാം. ഓൾ ദി ബെസ്റ്റ്.